കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ച് സദ്യക്കെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പച്ചടിയാണിത്. അതിനായി ഞാനൊരു പഴുത്തൊരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. മുഴുവനൊന്നും വേണ്ട കേട്ടോ, ഒരു കഷ്ണം മതി. അതിൻ്റെ തോലെല്ലാം നന്നായിട്ട് ചെത്തിക്കളഞ്ഞ് ഉള്ളിലുള്ള ആ കറുപ്പ് ഭാഗങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലുള്ള കട്ടിയുള്ള ഭാഗമില്ലേ, അതൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാനെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടെ പച്ചമുളകും കൂടിയാണ് വേണ്ടത്. നല്ല എരിവുള്ള പച്ചമുളകും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും കൂടി ചേർക്കണം. ഇനി അല്പം മധുരം ഉണ്ടാവുമല്ലോ പൈനാപ്പിൾ പച്ചടിക്ക്, അതിനാവശ്യത്തിനുള്ള ശർക്കരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, അവരവരെ ഇഷ്ടത്തിന്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് അല്പം വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ ചേർത്ത് ഒന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ നൈസായിട്ട് ചിരവിയെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് തൈരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വെള്ളവും കൂട്ടി കൂടുതൽ വെള്ളമാവാതെ ഒന്ന് പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇവിടെ ഭയങ്കര തണുപ്പായത് കൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, കുറച്ച് സമയം കഴിയണം. ഇനി അതിലേക്ക് അല്പം കടുകും കൂടി ഇട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാനുള്ള തൈര് ഒന്ന് റെഡിയാക്കി എടുക്കാം. കട്ട തൈര് എടുത്ത് അതിലെ കട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യണേ വീഡിയോ കണ്ടിട്ട്. അപ്പോഴേക്കും പൈനാപ്പിൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വറ്റിയില്ലെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. കൂടുതൽ തിളക്കരുത് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം. ചട്ടി നല്ല പഴുത്തത് കാരണം തൈരിട്ട് തിളപ്പിക്കണ്ട. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ആ ചൂടിൽ തന്നെ സെറ്റായിക്കോളും. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായി കടുകും കറിവേപ്പിലയും പറ്റൽമുളകും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.